നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് തേർഡ് മോഡ്യൂളിലെ നാച്ചുറൽ ഗ്യാസ് ആണ്. തേർഡ് മോഡ്യൂളിൽ എനർജി സോഴ്സസിനകത്ത് നമ്മൾ കോള് പഠിച്ചു. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നാച്ചുറൽ ഗ്യാസ് ആണ്. നാച്ചുറൽ ഗ്യാസ് സാധാരണ എവിടെയാണ് കാണപ്പെടുന്നത്? പെട്രോളിയം ഡെപ്പോസിറ്റ്സിൻ്റെ കൂടെയാണ് നാച്ചുറൽ ഗ്യാസ് കാണപ്പെടുന്നത്. സോ നാച്ചുറൽ ഗ്യാസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പെട്രോളിയം ഡെപ്പോസിറ്റ്സ്. നാച്ചുറൽ ഗ്യാസിനെ വെറ്റ് ഗ്യാസ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? പെട്രോളിയത്തിൻ്റെ കൂടെ ഓയിൽ വെൽസിലാണ് കാണപ്പെടുന്നതെങ്കിൽ നാച്ചുറൽ ഗ്യാസിനെ വെറ്റ് ഗ്യാസ് എന്ന് വിളിക്കും. അപ്പം പെട്രോളിയത്തിൻ്റെ കൂടെ ഓയിൽ വെൽസിൽ കാണപ്പെടുന്ന നാച്ചുറൽ ഗ്യാസിനെ വെറ്റ് ഗ്യാസ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ കൂടെ കാണപ്പെടുന്ന നാച്ചുറൽ ഗ്യാസിനെ ഡ്രൈ ഗ്യാസ് എന്നും വിളിക്കും. ക്രൂഡ് ഓയിലിൻ്റെ കൂടെ കാണപ്പെടുന്ന നാച്ചുറൽ ഗ്യാസിനെ ഡ്രൈ ഗ്യാസ് എന്നും വിളിക്കും. ഓയിൽ വെൽസിൽ പെട്രോളിയത്തിൻ്റെ കൂടെ കാണപ്പെടുന്ന നാച്ചുറൽ ഗ്യാസിനെ വെറ്റ് ഗ്യാസ് എന്നും വിളിക്കും. സോ നാച്ചുറൽ ഗ്യാസ് കാണപ്പെടുന്നത് പെട്രോളിയം ഡെപ്പോസിറ്റ്സിൻ്റെ കൂടെയാണ്. ഇനി ഓയിൽ വെൽസിൽ പെട്രോളിയത്തിൻ്റെ കൂടെ കാണപ്പെടുന്നതിനെ വെറ്റ് ഗ്യാസ് എന്നും ക്രൂഡ് ഓയിലിൻ്റെ കൂടെ കാണപ്പെടുന്ന നാച്ചുറൽ ഗ്യാസിനെ ഡ്രൈ ഗ്യാസ് എന്നും വിളിക്കുന്നു. ഈ നാച്ചുറൽ ഗ്യാസിനെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് പ്യൂരിഫൈ ചെയ്യും. നാച്ചുറൽ ഗ്യാസിനെ ബിഫോർ യൂസ് നമ്മൾ പ്യൂരിഫൈ ചെയ്യും. എന്തിനാണ് പ്യൂരിഫൈ ചെയ്യുന്നത്? അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ്, ഡസ്റ്റ്, അതുപോലെ ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. ഇപ്പം നാച്ചുറൽ ഗ്യാസിനെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് പ്യൂരിഫൈ ചെയ്യും. എന്തിനാണ് പ്യൂരിഫൈ ചെയ്യുന്നത്? അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ്, ഡസ്റ്റ്, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെവിയർ ലിക്വിഫയബിൾ ഹൈഡ്രോ കാർബൺസ് ആയ പ്രൊപ്പെയിനും ബ്യൂട്ടീനും ഒക്കെ റിമൂവ് ചെയ്യും നാച്ചുറൽ ഗ്യാസിൽ നിന്ന്. സോ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് പെട്രോളിയം ഡെപ്പോസിറ്റ്സിൻ്റെ കൂടെയാണ് കാണപ്പെടുന്നത്. നാച്ചുറൽ ഗ്യാസ് ഓയിൽ വെൽസിൽ പെട്രോളിയത്തിൻ്റെ കൂടെയാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ വെറ്റ് ഗ്യാസ് എന്ന് വിളിക്കും. ക്രൂഡ് ഓയിലിൻ്റെ കൂടെയാണ് കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡ്രൈ ഗ്യാസ് എന്ന് വിളിക്കും. നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് പ്യൂരിഫൈ ചെയ്യും. അതിനകത്തുനിന്ന് എന്തൊക്കെ റിമൂവ് ചെയ്യാനാണ്? വാട്ടർ, ഡസ്റ്റ്, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, അതുപോലെ ഹെവിയർ ലിക്വിഫയബിൾ ഹൈഡ്രോ കാർബൺസ് ആയ പ്രൊപ്പെയിനും ബ്യൂട്ടീനും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് നാച്ചുറൽ ഗ്യാസിൻ്റെ കോമ്പോസിഷൻ നോക്കാം. നാച്ചുറൽ ഗ്യാസിൻ്റെ കോമ്പോസിഷൻ നോക്കിയാൽ 70 to 90% മീതെയിൻ ആണ്. CH4 അഥവാ മീതെയിൻ ആണ് 70 to 90%. അപ്പം നാച്ചുറൽ ഗ്യാസിൻ്റെ കോമ്പോസിഷൻ നോക്കിയാൽ 70 to 90% മീതെയിൻ ആണ്, 5 to 10% ഈതെയിൻ ആണ്. അപ്പം നാച്ചുറൽ ഗ്യാസിന് അത് മെയിനായിട്ടുള്ളത് മീതെയിനും ഈതെയിനുമാണ്. 70 to 90% മീതെയിൻ ആണ്, 5 to 10% ഈതെയിൻ അഥവാ C2H6 ആണ്. 3% ഹൈഡ്രജൻ ഉണ്ട്. ബാക്കിയൊക്കെ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡുമാണ്. അപ്പം നാച്ചുറൽ ഗ്യാസിൻ്റെ കോമ്പോസിഷൻ എന്താ? മീതെയിൻ അഥവാ CH4 70 to 90% ഉണ്ട്. ഈതെയിൻ അഥവാ C2H6 എന്തോരമുണ്ട്? അത് 5 to 10% ഉണ്ട്. 3% ഹൈഡ്രജനും റിമൈനിങ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡുമാണ്. ഇനി നാച്ചുറൽ ഗ്യാസിൻ്റെ കലോറിഫിക് വാല്യൂ നോക്കിയാൽ നാച്ചുറൽ ഗ്യാസിൻ്റെ കലോറിഫിക് വാല്യൂ 12,000 to 14,000 കിലോ കാലറി പെർ മീറ്റർ ക്യൂബ് ആണ്. നാച്ചുറൽ ഗ്യാസിൻ്റെ കലോറിഫിക് വാല്യൂ എത്രയാണ്? 12,000 to 14,000 കിലോ കാലറി പെർ മീറ്റർ ക്യൂബ് ആണ്. ഇനി നാച്ചുറൽ ഗ്യാസിൻ്റെ യൂസസ് ആണ് നമുക്ക് പറയാനുള്ളത്. നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു എക്സലൻറ്റ് ഡൊമസ്റ്റിക് ഫ്യൂവലാണ്. നാച്ചുറൽ ഗ്യാസ് ഒരു എക്സലൻറ്റ് ഡൊമസ്റ്റിക് ഫ്യൂവലാണ്. അതുപോലെ കുറേ കെമിക്കൽസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് എ നമ്പർ ഓഫ് കെമിക്കൽസ് ബൈ സിന്തറ്റിക് പ്രോസസ്സ്. സിന്തറ്റിക് പ്രോസസ്സ് വഴി മാനുഫാക്ചർ ചെയ്യുന്ന കെമിക്കൽസിൻ്റെ മാനുഫാക്ചറിങ്ങിൽ നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒരു എക്സലൻറ്റ് ഡൊമസ്റ്റിക് ഫ്യൂവലാണ്. അതുപോലെ സിന്തറ്റിക് പ്രോസസ്സ് വഴി മാനുഫാക്ചർ ചെയ്യുന്ന കെമിക്കൽസിൻ്റെ മാനുഫാക്ചറിങ്ങിൽ നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്നത് കാർബൺ ബ്ലാക്കിൻ്റെ മാനുഫാക്ചറിൽ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാർബൺ ബ്ലാക്കിൻ്റെ മാനുഫാക്ചറിൽ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാർബൺ ബ്ലാക്ക് എവിടെ യൂസ് ചെയ്യുന്നത്? കാർബൺ ബ്ലാക്ക് ഈസ് യൂസ്ഡ് ആസ് എ ഫില്ലർ ഫോർ റബ്ബർ. റബ്ബറിനൊരു ഫില്ലറായിട്ട് കാർബൺ ബ്ലാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കാർബൺ ബ്ലാക്കിൻ്റെ മാനുഫാക്ചറിൽ റോ മെറ്റീരിയൽ ആയിട്ട് നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈഡ്രജൻ്റെ മാനുഫാക്ചറിലും റോ മെറ്റീരിയൽ ആയിട്ട് നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. സിന്തറ്റിക് പ്രോട്ടീൻസിൻ്റെ മാനുഫാക്ചറിങ്ങിൽ നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. സിന്തറ്റിക് പ്രോട്ടീൻസ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? മൈക്രോബയോളജിക്കൽ ഫെർമെൻറ്റേഷൻ ഓഫ് മീതെയിൻ വഴിയാണ് സിന്തറ്റിക് പ്രോട്ടീൻസ് മാനുഫാക്ചർ ചെയ്യുന്നത്. മൈക്രോബയോളജിക്കൽ ഫെർമെൻറ്റേഷൻ ഓഫ് മീതെയിൻ നടത്തിയിട്ടാണ് സിന്തറ്റിക് പ്രോട്ടീൻസ് മാനുഫാക്ചർ ചെയ്യുന്നത്. സോ സിന്തറ്റിക് പ്രോട്ടീൻസിൻ്റെ മാനുഫാക്ചറിങ്ങിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്.
ഇനി നമുക്ക് നോക്കാനുള്ളത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസിനെ കംപ്രസ് ചെയ്യും. ഒരു ഹൈ പ്രഷറിൽ നാച്ചുറൽ ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നതിനെയാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഹൈ പ്രഷറിലേക്ക് നാച്ചുറൽ ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നതാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പം ഒരു 15 കിലോഗ്രാം സ്റ്റീൽ സിലിണ്ടർ നമ്മൾ എടുത്താൽ 15 കിലോഗ്രാം സ്റ്റീൽ സിലിണ്ടറിനകത്ത് 2 × 10⁴ ലിറ്റർ എന്ത് വരും? നാച്ചുറൽ ഗ്യാസ് വരും. 2 × 10⁴ ലിറ്റർ നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ 20 മീറ്റർ ക്യൂബ് നാച്ചുറൽ ഗ്യാസ് വരും. സോ നമ്മളൊരു 15 kg നാച്ചുറൽ ഗ്യാസിൻ്റെ സിലിണ്ടർ എടുത്ത് നോക്കിയാൽ CNG സിലിണ്ടർ 15 kgയുടെ സ്റ്റീൽ സിലിണ്ടർ 15 kg CNG സിലിണ്ടർ എടുത്താൽ 2 × 10⁴ ലിറ്റർ അല്ലെങ്കിൽ 20 മീറ്റർ ക്യൂബ് നാച്ചുറൽ ഗ്യാസ് വരും. എന്തുമാത്രം പ്രഷറിലാണ്? 1 അറ്റ്മോസ്ഫിയർ പ്രഷറിലായിരിക്കും. അപ്പം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസിനെ കംപ്രസ് ചെയ്തേക്കുന്നതാണ് ഒരു ഹൈ പ്രഷറിലേക്ക്. ഈ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് പെട്രോളിനും ഡീസലിനും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് പെട്രോളിനും ഡീസലിനും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി പൊല്യൂഷൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പം പെട്രോളിനും ഡീസലിനും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യാനുള്ള റീസൺ പെട്രോളിനെയും ഡീസലിനെയും കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇതുണ്ടാക്കുന്ന പൊല്യൂഷൻ കുറവാണ്. അങ്ങനെ പറയാൻ കാര്യം എന്നാ? കമ്പസ്റ്റൻ നടക്കുമ്പം സൾഫർ കോമ്പൗണ്ട്സോ നൈട്രജൻ കോമ്പൗണ്ട്സോ ഒന്നും ഉണ്ടാവുന്നില്ല. കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് സൾഫർ അല്ലെങ്കിൽ നൈട്രജൻ കോമ്പൗണ്ട്സ് ഒന്നും ഇവോൾവ് ചെയ്യുന്നില്ല. അതുപോലെ കാർബൺ പാർട്ടിക്കിൾസ് ഒന്നും ഇജക്റ്റ് ചെയ്യുന്നില്ല. അപ്പം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് പെട്രോളിനെയും ഡീസലിനെയും വെച്ച് നോക്കിയാൽ ഒരു ബെറ്റർ ഫ്യൂവലാണെന്ന് പറയാൻ കാര്യം ഇതുണ്ടാക്കുന്ന പൊല്യൂഷൻ കുറവാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ? സൾഫർ കോമ്പൗണ്ട്സോ നൈട്രജൻ കോമ്പൗണ്ട്സോ ഒന്നും ഉണ്ടാവുന്നില്ല കമ്പസ്റ്റിൻ്റെ സമയത്ത്. അതുപോലെ കാർബൺ പാർട്ടിക്കിൾസ് ഒന്നും ഇജക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പെട്രോളിനേക്കാളിലും ഡീസലിനേക്കാളിലും നല്ല ഒരു ഫ്യൂവലാണ്. അതുകൊണ്ടാണ് പെട്രോളിനും ഡീസലിനും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് CNG യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ നാച്ചുറൽ ഗ്യാസും പറഞ്ഞു CNGയും പറഞ്ഞു. താങ്ക് യു.